നമുക്ക് വർക്കും ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. നാട്ടിൽ പോലെ ക്യാമ്പ് അപ്പോ നമ്മള് പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓടല്ല അത്യാവശ്യം ടഫ് കളിയായിരുന്നു. കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് കംബാക്ക് വരുത്താൻ പറ്റി. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെറിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ വിശേഷങ്ങളും, നമ്മളിപ്പോൾ ഉള്ളത് പോളണ്ടിലാണ്, ഇവിടുത്തെ വിശേഷങ്ങളും ചെറിയ ചെറിയ എന്താ പറയുക, ലൈക്ക് നമ്മളെ ഓരോ ട്രാവലും അതും ഇതൊക്കെ ചെറുതായിട്ടൊന്ന് ഒരു വീഡിയോ രീതിയിൽ എടുക്കാന്നുള്ള പ്ലാൻ. അപ്പോൾ നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു വ്ളോഗൊക്കെ തുടങ്ങിക്കൂടെയെന്ന്. അപ്പോൾ അത് പറയാൻ പറ്റില്ല, വീഡിയോ ഒരു അല്ല നമ്മളുള്ളത് പറയണം. അല്ല, നമ്മളിങ്ങനെ ചെറിയൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിന് ഒരു പറ്റിയൊരു സിറ്റുവേഷൻ ആയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തന്നെ തുടങ്ങാന്ന് വെച്ച്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. വരി കാണിച്ചു തരാം. നമ്മളിന്ന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൊന്ന് സ്പെഷ്യലായിട്ട് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട്, നമുക്കിന്നൊരു മാച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഫുൾ എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അവിടുന്ന് ലാറ്റാക്കാം. നമുക്ക് ഇന്ന് എത്ര ഗോൾ അടിക്കണം അസ്ലു? ഒരു 5 ഗോൾ അടിക്കണം. 5 ഗോൾ അടിക്കില്ല. അസ്ലു 5 ഗോൾ അടിക്കുന്ന പറഞ്ഞത്. നമുക്ക് എന്തായാലും അവിടുന്ന് കാണാം. അസ്ലു അപ്പൊ എന്താണ് ഗൈസ്, വേഗം വേഗം സമയമില്ല. നമ്മളിന്ന് ഇതാ ഓൺ ദ വേ ആണ്, കളിസ്ഥലത്തേക്കുള്ള പോക്കാണ്. അസ്ലുന്ന് 5 ഗോൾ അടിക്കുന്ന പറഞ്ഞത്. നോക്കാം നമുക്ക്. നമ്മളെ ക്രൂഷ്യൽ മാച്ചാണ്, അപ്പൊ നമുക്ക് എന്തായാലും അടിക്കണത്, ജയിച്ചേ പറ്റുള്ളൂ. ഇവിടെ വണ്ടി, അവിടെ വണ്ടി സ്റ്റിൽ പാർക്കിംഗ് ഇവിടെ ഒന്നുമില്ല. സോ നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തത്. ഇന്നത്തെ മാച്ച് ജയിച്ചാൽ നമ്മൾ ഒരു കളി ഓൾറെഡി തോറ്റ് നിൽക്കുകയാണ്. നമ്മളൊരു കളി തോറ്റ് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ജയിക്കണം, ജയിച്ചേ പറ്റൂ. ആ വാശിയോടുള്ള കളി നമുക്ക് വേണ്ടുന്നത്. എല്ലാവർക്കും കാണാം, വീഡിയോ നമുക്ക് കാണാം, അടിപൊളി കളി നമുക്ക് കാണാം. ഓക്കെ. പുല്ലുള്ളത് പുല്ലാണ് ഉള്ളത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുല്ലു അവർ ക്രിസ്ത്യാനോ റൊണാൾഡോ. പുല്ലാനി എടാ ചെങ്ങായി, അനക്കൊന്ന് നേരത്തെ കാലത്ത് വന്നോടെ. വെയിറ്റ് ചെയ്യണം. ഇതിലിതാ ലൊക്കേഷൻ ഇട്ടാ ഗ്രൗണ്ടിന്റെ അന്നൊക്കെ അന്നോടൊക്കെ ഒരു പരിപാടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും നടക്കൂല കേട്ടോ. അസ്ലുന്ന് നമ്മളെ സ്ട്രൈക്കറാണ്. അസ്ലുന്ന് എത്ര ഗോൾ അടിക്കുന്ന പറയുന്ന അറിയോ? അസ്ലുവിന്റെ അതെന്താ അറിയോ? അസ്ലുവിന് ഒരു ട്രൗസർ ഉണ്ട്. ആ ട്രൗസർ ഇട്ടാല് അസ്ലു പെരും ഫോം. അന്ന് 10 ഗോളൊക്കെ അടിക്കുന്ന ട്രൗസർ ഇട്ട ദിവസങ്ങളിൽ. എടാ വീഡിയോ അല്ലേ നമ്മള് പറയണ്ടേ? നീ ഇത് ചെയ്യടോ, എനിക്ക് ലൊക്കേഷൻ ഒബ്രോച്ച് അങ്ങനെ എന്തോ. പുല്ലാണ് ഇന്ന് നമ്മളെ ക്രൂഷ്യൽ മാച്ചാട്ടോ. നേരെ കിടന്ന് അങ്ങോട്ടുണ്ടോ ഓടിക്കോ, ഗോൾ അടിച്ചോ. ഗോള് നിനക്ക് വെച്ചോ, ഓടും ചെയ്ത് ഗോൾ അടിക്കും വേണം. അതെ, അവൻ തുടങ്ങി. എന്താന്ന് വെച്ചാല് ഇപ്പോ കളിക്കാന് നല്ല പ്ലേയേഴ്സ് ആണ്, പക്ഷെ എന്താ വെച്ചാല് നമുക്ക് വർക്കും ക്ലാസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. നാട്ടിൽ പോലെ ക്യാമ്പ് ജസ്റ്റ് എന്താ പറയാ, ആഴ്ചയിൽ ഒരിക്കൽ കളി, അതുവരെ വർക്കാണ്, അതുപോലെ ക്ലാസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് ഒരാഴ്ചയിൽ നിന്ന് കളിക്കാന്ന് പറയുന്നത് നല്ല എഫേർട്ടാണ്. പക്ഷെ അത് നമ്മളെ ഒരു പാഷൻ കാരണം എല്ലാരും ഒരുമിച്ച് കൂടുന്നു, കളിക്കുന്നു. ഇത് ലീഗില് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ടൂർണമെന്റ് ആണ് ഇപ്പൊ നമ്മള് കളിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ പോളിഷ് ലീഗാണ്. അത് അത്യാവശ്യം കുറച്ച് സ്റ്റാൻഡേർഡുള്ളതാണ്. നല്ല നല്ല എന്താ പറയാ, നല്ല പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ എതിർ ടീമൊക്കെ നല്ല ടീം ഉണ്ടാവും. അപ്പോ അതിൻ്റെതായ രീതിയിൽ കളിക്കണം. എന്താണ് സഫീർ എന്താ പറഞ്ഞത്? അല്ല, ഞാന് എല്ലാരും പരിചയപ്പെടുന്നത് അസ്ലു നാട്ടിലെ എടപ്പാളാണ്, മലപ്പുറം. അസ്ലുവിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നമ്മളെ ടീമിലെ നമ്പർ 1 പ്ലെയറിൽ ഉള്ള ഒരാളാണ് അസ്ലു. ഉണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ ഒരു എന്താ പറയാ, ഒരു കോൺഫിഡന്റ് ആണ്. എങ്ങനെയൊക്കെ ഗോൾ അടിച്ചോളൂ. പിന്നെ വെച്ചാല് ഓന് നാട്ടില് നല്ല കേരള വർമ്മയിലല്ലേ, ശ്രീകൃഷ്ണ കോളേജിലെ പഠിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മംഗലാപുരം എന്നപ്പോ യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അപ്പോ അസ്ലുവിനൊരു മിസ്സിംഗ് എന്ന് വെച്ചാല് നമ്മളെ KSL കേരള സൂപ്പർ ലീഗ്
അതെച്ചാല് അതായത് ഒരു 5 വർഷം മുന്നൊക്കെ അങ്ങനല്ല 5 വർഷം മുന്നേക്ക് ആളിപ്പോ അതില് എന്തായാലും കളിക്കുമായിരുന്നു. കാരണം അന്ന് ഓപ്പർച്യൂണിറ്റി കുറവാണ്. അപ്പോ എല്ലാരും ഇതുപോലെ ഓരോരോ യൂറോപ്യൻ കൺട്രീസ്ക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇറങ്ങി. കുറെ പേര് ദുബായിലുണ്ട് കളിക്കുന്നവര്. അവിടെ പിന്നെ എന്നും ടൂർണമെന്റ് ഉണ്ടല്ല. പിന്നെ ഇത് പുല്ലാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്താ പറയാ നൈസാണ് ആള്, സ്ട്രൈക്കറാണ്. ക്രിസ്ത്യാനോ ഫാൻ വിത്ത് റയൽ മാഡ്രിഡ് ഫാൻ. കാര്യമൊന്നുമില്ല, അതൊന്നുമില്ല, വെറുതെ എന്നും അടിയാണ് ഇവര് തമ്മില്. ഹലോ ക്രിസ്ത്യാനോ വിത്ത് മെസ്സി. ഹലോ, ഇതാ ഞങ്ങളിപ്പോ എത്തും. എവിടെ? അങ്ങനെ ഫൈനലി നമ്മളിപ്പോ ഗ്രൗണ്ടിൽ എത്തി. വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഇങ്ങനെ നമുക്കിവിടെ ഒരു റൂം അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് റൂമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റിസപ്ഷനാണ്. ഓക്കെ, സോ പ്ലേയേഴ്സൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. പിന്നെ ആ കാണുന്നതാണ് ഗ്രൗണ്ട്. ആക്ച്വലി ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഗ്രൗണ്ടൊക്കെ കവർ ചെയ്തിട്ടാണ്. കാരണം തണുപ്പായതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫുൾ കവറിങ് ആണ്. അപ്പം നമ്മളെ റൂം ഇവിടെയാണ്. ഞാൻ ഗ്രൗണ്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് പ്ലേയേഴ്സിൻ്റെ അടുത്ത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ പ്ലേയേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഓടല്ല, ചെല്ലേ അപ്പൊ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഇന്ന് നമ്മൾ ഗോളില് അടിച്ച് ജയിക്കുന്ന വിചാരിച്ചു, പക്ഷെ സമനിലായി 5-5. നല്ല ടീം ഉണ്ടായിരുന്നു. കൂടെ ഇന്ന് നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്ത എത്യോപ്യൻ പ്ലെയർ ഉണ്ട്. എത്യോപ്യൻ പ്ലെയറിനോട് അവനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. Hi bro, how are you? I'm good. How are you? Sugamano, Kerala brothers. How was the play? It was good. Fantastic. Yeah. Thank you. അപ്പോ നമ്മളിത് കളി ജയിച്ചിട്ടില്ല, സമനിലായി. ഇത് നമ്മളെ കാർത്തിക് കൊച്ചിയില് ബാംഗ്ലൂർ FC കളിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലാണ് നാട്, ബാംഗ്ലൂർ അല്ലേ? അത്യാവശ്യം ടഫ് കളിയായിരുന്നു. കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് കംബാക്ക് വരുത്താൻ പറ്റി. അവസാനം ടീം ഒരേ മൈൻഡോടെ നല്ലോണം നിന്ന് കളിച്ച് ഷെഫീർ അവസാനത്തെ ഒരു ഗോളും കൂടി അടിച്ചുകൊണ്ട് നമ്മൾ ഫുൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ആ മൈൻഡ് സെറ്റ് നമ്മൾ ഇനി എല്ലാ കളിയിലും ഇതേപോലെ തന്നെ കാണിക്കും. അപ്പൊ നമ്മള് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ കളി കഴിഞ്ഞു. നമ്മൾ ജയിക്കുന്നു വിചാരിച്ച കളിയായിരുന്നു, പക്ഷെ നമ്മൾ കംബാക്ക് ജയത്തിന് തുല്യാണ്. കാരണം 6-3 തോറ്റെടുക്കുന്നത് ഞങ്ങൾ ലാസ്റ്റ് 5 മിനിറ്റിൽ 3 ഗോൾ അടിച്ച്. അങ്ങനെ ഞങ്ങളിപ്പോ 6-6 ഇപ്പൊ ഗ്രൂപ്പിൽ എത്ര സ്ഥാനം? ഇപ്പൊ 3-ാം സ്ഥാനാണ്. ഇനി അടുത്ത കളി നിർണായകമാണ്, അത് ജയിക്കണം. അപ്പോ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട